ഹായ് എവരിവൺ. മാത്തമാറ്റിക്കൽ റീസണിങ് പലപ്പോഴും ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഏരിയ ആണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, 5 ചോദ്യത്തിൽ 3 ചോദ്യങ്ങളും കണക്കൊന്നും ചെയ്യാതെ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് ചെയ്യാം. അതായത് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഡയറക്ഷൻ സെൻസ് പോലെയുള്ള ചോദ്യങ്ങൾ, കലണ്ടറോ ക്ലോക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ കോഡിംഗ് ഡീകോഡിംഗ് പോലെയുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഒരു നമ്പർ പോലും എഴുതാതെ ആൻസറിലെത്താം. ഇവിടെ നോക്കിയേ, റെഡിന്റെ കോഡ് 6720. അങ്ങനെയാണെങ്കിൽ ഗ്രീനിന്റെ കോഡ് എന്താണെന്നാണ് ചോദ്യം. നമ്മളിവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ കിട്ടും, ചില സമയത്ത് നമുക്ക് കുറച്ച് ചെയ്യാനുള്ള രീതിയിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഈ ചോദ്യം അല്പം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ റെഡിന്റെ അക്ഷരങ്ങളുടെ ഓർഡർ ഒക്കെ ആദ്യം നോക്കും അല്ലെ. ABCDE, ഈ എത്രാമത്തെ അക്ഷര? ABCDE, 5ാമത്തെ ലെറ്റർ. അത് കഴിഞ്ഞിട്ടോ ഡി ആണെങ്കിൽ 4ാമത്തെ ലെറ്റർ. പക്ഷെ അവിടെ 4ഉം 5ഉം കാണുന്നതിന് പകരം നമുക്ക് 6ഉം 7ഉം കാണാം. ഈ രീതിയിലൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കണം. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഇവിടെ റെഡ് എന്നുള്ളതിനെ തിരിച്ചെഴുതിയിട്ട് DER എന്നുള്ള ഓർഡറിൽ എഴുതി അതിന്റെ പൊസിഷൻസ് 4, 5, 18, 4ഉം 5ഉം 18th ലെറ്റർ ആണ് 6. അതിന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ, 2 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഈ 6720 എന്നുള്ള കോഡ് എത്തുന്നത്. നോക്കിയേ, ചില ചോദ്യങ്ങൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ഇതൊക്കെ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മതി. IPLUSനാണെങ്കിൽ AIM JRF ടെസ്റ്റ് സീരീസ് 1000 രൂപയെ താഴെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു 10,000-ലധികം ചോദ്യങ്ങളുടെ ടെസ്റ്റ് പ്രാക്ടീസ് സെഷൻ ആണ്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഓർഡറിൽ പഠിക്കാനാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എറണാകുളത്തും തിരുവനന്തപുരത്തും, അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ കോഴിക്കോടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓൺലൈനായിട്ടും ക്ലാസ്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഇവിടെ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീനിനെ ആദ്യം നമ്മൾ തിരിച്ചെഴുതുക. NEERG എന്നുള്ള ഫോർമാറ്റിൽ എഴുതുക. ലെറ്ററുകൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എത്രാമതാണെന്ന് എഴുതുക. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 16, 7, 7, 29 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് കാണാം. ഇതേ പാറ്റേണിൽ നമുക്ക് ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാനായിട്ട് സാധിക്കും. നിങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസോടുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ അനായാസം സാധിക്കുകയും ചെയ്യും. ഒരുപാട് ഫ്രീ വീഡിയോകൾ നമ്മുടെ ഈ ചാനലിലുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റുകളൊക്കെ നോക്കി ഓർഡറിൽ അത് കാണുക. പരീക്ഷയ്ക്ക് നന്നായിട്ട് തയ്യാറെടുക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.